ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 129 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 2025 ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ നിരവധി നിമിഷങ്ങൾ നൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ സുരക്ഷ മുതൽ കായിക മേഖലകൾ വരെ, ശാസ്ത്ര ലബോറട്ടറികൾ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദികൾ വരെ ഭാരതം എല്ലായിടത്തും ശക്തമായ ഒരു മുദ്ര പതിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഭാരതീയന്റെയും അഭിമാനത്തിന്റെ പ്രതീകമായി മാറി. ഇന്നത്തെ ഇന്ത്യ അതിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെന്ന് ലോകം വ്യക്തമായി കണ്ടതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഭാരതത്തോടുള്ള സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ചിത്രങ്ങൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വന്നതായും വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കിയപ്പോഴും ഇതേ മനോഭാവം പ്രകടമായിരുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2025 കായികരംഗത്ത് അവിസ്മരണീയമായൊരു വർഷമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. हमारी पुरुष क्रिकेट टीम ने आईसीसी चैंपियंस ट्रॉफी जीती। महिला क्रिकेट टीम ने पहली बार विश्व कप अपने नाम किया। भारत की बेटियों ने विमेन्स ब्लाइंड T20 वर्ल्ड कप जीतकर इतिहास रच दिया। पैरा एथलीटों ने विश्व चैंपियनशिप में कई पदक जीतकर ये साबित किया कि कोई बाधा हौसलों को नहीं रोक सकती। അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഭാരതീയനായി ശുഭാൻശു ശുക്ല മാറിയെന്നും ശാസ്ത്ര ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഭാരതത്തിലെ ചീറ്റകളുടെ എണ്ണം ഇപ്പോൾ 30-ൽ അധികമായി. 2025 വിശ്വാസം, സംസ്കാരം, ഭാരതത്തിന്റെ തനതായ പൈതൃകം എന്നിവയെല്ലാം ഒത്തുചേർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. വർഷത്തിന്റെ തുടക്കത്തിൽ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയതായും സ്വദേശി വസ്തുക്കളോടുള്ള ആവേശവും പ്രകടമായിരുന്നതായും അദ്ദേഹം അറിയിച്ചു. 2026 പുതിയ പ്രതീക്ഷകളോടും പുതിയ പ്രതിജ്ഞകളോടും കൂടി രാജ്യം മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന് ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. രാജ്യത്തിന്റെ പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ഉറവിടം യുവശക്തിയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശാസ്ത്രമേഖലയിലെ നമ്മുടെ നേട്ടങ്ങൾ, നൂതനാശയങ്ങൾ, സാങ്കേതിക വിദ്യയുടെ വികാസം എന്നിവ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് അടുത്ത മാസം 12-ന് ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ ഒരു യങ് ലീഡേഴ്സ് ഡയലോഗ് നടക്കുമെന്നും നൂതനാശയങ്ങൾ, ഫിറ്റ്നസ്, സ്റ്റാർട്ടപ്പുകൾ, കൃഷി തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ യുവാക്കൾ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന നിരവധി പ്ലാറ്റ്ഫോമുകൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതായും സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഇതിനുദാഹരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ഹാക്കത്തോണിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ സുരക്ഷ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾ ആശയങ്ങൾ പങ്കുവച്ചിരുന്നതായും ശ്രീ മോദി അറിയിച്ചു. കഴിഞ്ഞ 7 മുതൽ 8 വർഷത്തിനിടെ 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും 6000-ത്തിലധികം സ്ഥാപനങ്ങളും സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. आज देश के भीतर युवाओं को प्रतिभा दिखाने के नए नए अवसर मिल रहे हैं। ऐसा ही एक प्लेटफॉर्म है स्मार्ट इंडिया हैकेथॉन। साथियों, पिछले 7-8 साल में स्मार्ट इंडिया हैकेथॉन में 13 लाख से ज्यादा स्टूडेंट्स और 6000 से ज्यादा इंस्टीट्यूट्स हिस्सा ले चुके हैं. പുതിയ ചിന്തകളും രീതികളും ഉപയോഗിച്ച് വരും തലമുറ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വേരുകൾ മുറുകെ പിടിക്കുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം, നാടോടി പാരമ്പര്യങ്ങൾ, മറ്റ് ക്ലാസിക്കൽ വിഭാഗങ്ങൾ എന്നിവ പരിശീലിപ്പിക്കുന്ന ഗീതാഞ്ജലി IIScയെ കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ഭാഷയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് ദുബായിൽ ആരംഭിച്ച കന്നഡ പാഠശാലയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പ്രകാരം സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് ഓരോ ഗുണഭോക്തൃ കുടുംബത്തിനും സർക്കാർ 75,000 മുതൽ 80,000 രൂപ വരെ നൽകുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്തു നിന്നും സോളാർ പാനൽ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ സുനിൽകുമാർ. നിലവിൽ സാധാരണ ഒരു ചെറിയ കുടുംബത്തിന് ഏകദേശം 2 മാസത്തിൽ ഒരു 700 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു വീട്ടിലുള്ളവർക്ക് സാധാരണ ഇത് വെക്കുന്നത് 3 കിലോ വാട്ട് വെക്കുന്നവർക്ക് വളരെ ഉചിതമായിരിക്കും. പിന്നെ മാത്രമല്ല, ഈ സബ്സിഡി ആയിട്ട് കിട്ടുന്നത് 78,000 രൂപ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർ താല്പര്യം പ്രകടിപ്പിച്ചിപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്.
ഇപ്പൊ നിലവിൽ മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല. ജനങ്ങളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ താല്പര്യം വന്നിട്ടുണ്ട്. മാത്രമല്ല, ചെറിയ വരുമാനമുള്ളവർക്ക് ബാങ്ക് ലോൺ വഴി കിട്ടുന്നത് കൊണ്ട് വളരെ ഉപയോഗപ്രദമാണ്. പ്രത്യേകിച്ച് ഈ PMRI സ്കീം വഴി ആൾക്കാർ 78,000 രൂപ 3 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെ വെക്കുന്നവർക്ക് 78,000 രൂപ സബ്സിഡി ഗവൺമെന്റിൽ നിന്നും കിട്ടും. ന്യൂമോണിയ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ തുടങ്ങിയ പല രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമാകുന്നില്ലെന്ന ICMR റിപ്പോർട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിച്ചു. ആളുകൾ വിവേചനരഹിതമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ എന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ആരോഗ്യവകുപ്പ് മെഡിക്കൽ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അജയ് MJ. മനുഷ്യരാശിയെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ് എന്നിവ മൂലമാണ് ഉണ്ടാകാറുള്ളത്. ഇവർക്കെതിരെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് ആൻറ്റിബയോട്ടിക്കുകൾ. നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഇവർക്കെതിരെ പ്രതികരിക്കാതെ പോകുന്ന അവസ്ഥയ്ക്കാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് സംഭവിച്ചാൽ സാധാരണ മരുന്നുകൾ കൊണ്ട് സുഖപ്പെടേണ്ട രോഗങ്ങൾ നീണ്ടു നിൽക്കാനും ഗൗരവമായി മാറാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിൻ്റെ അപകടകരമായ വർധനവ് 2050 പ്രതിവർഷം 10 ദശലക്ഷം മരണങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് കണക്ക്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകൾ മരുന്നുകൾ അമൂല്യമാണ്. അവയുടെ ഉപയോഗം അതീവ ശ്രദ്ധയോടെയാകണം. മരുന്നുകളുടെ ദുരുപയോഗം മൂലം അപകടകാരികളായ ബാക്ടീരിയകൾ ശക്തി പ്രാപിക്കുകയും അവയ്ക്കെതിരെ ചികിത്സ ഫലിക്കാതാവുകയും ചെയ്യും. ഡോക്ടർ നിർദ്ദേശിച്ച ആൻറ്റിബയോട്ടിക് മരുന്നുകൾ പൂർണ്ണമായും കൃത്യമായും കഴിക്കാൻ മറക്കരുത്. രോഗലക്ഷണങ്ങൾ കുറഞ്ഞുവെന്ന കാരണത്താൽ അവ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് രോഗാണുക്കൾ കരുത്താർജിക്കാൻ ഇടയാക്കും. അവശേഷിക്കുന്നതോ കാലാവധി കഴിഞ്ഞതോ ആയ മരുന്നുകൾ വീണ്ടും ഉപയോഗിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത്. ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ യാതൊരു കാരണവശാലും വാങ്ങുകയോ ഉപയോഗിക്കുകയോ അരുത്. ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിൽക്കുന്നത് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് നിയമപ്രകാരം തടസ്സവും പിഴയും ലഭിക്കുന്ന ക്രിമിനൽ കുറ്റമാണ്. പരമ്പരാഗത കലകൾ സമൂഹത്തെ ശാക്തീകരിക്കുകയും ജനങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കുള്ള പ്രധാന മാധ്യമമായി മാറുകയും ചെയ്തതായി പ്രധാനമന്ത്രി പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ നർസാപുര ജില്ലയിലെ ലേസ് ക്രാഫ്റ്റ് 1 ലക്ഷത്തോളം സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. കച്ച് റാനോത്സവത്തെക്കുറിച്ച് പറഞ്ഞ ശ്രീ മോദി അവസരം ലഭിക്കുമ്പോൾ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നും ഭാരതത്തിന്റെ വൈവിധ്യം ആസ്വദിക്കണമെന്നും മൻ കി ബാത്തിലൂടെ ആഹ്വാനം ചെയ്തു. ജമ്മുകാശ്മീരിലെ ബാരാമുള്ളയിലെ ജഹൻപോരയിലുള്ള ബുദ്ധസമുച്ചയത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ സൂചിപ്പിച്ചു. കശ്മീരിന്റെ ഭൂതകാലത്തെയും അതിന്റെ സമ്പന്നമായ സ്വത്വത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഇവയെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ് ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്ത് തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാശിയിൽ നടന്ന 4ാമത് കാശി തമിഴ് സംഗമത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. കാശിയിൽ നിന്നുള്ള കുട്ടികൾ തമിഴിൽ സംസാരിക്കുന്നതിന്റെ ശബ്ദശകലവും മൻ കി ബാത്തിൽ പങ്കുവച്ചു. എന്റെ പേര് വൈഷ്ണവ്. ഞാൻ നിവേദിത ശിക്ഷാ സദൻ ബാലിക ഇന്റർ കോളേജ് വാരാണസി പഠിக்கிறேன். ഞാൻ കാശി തമിഴ് കർക്കലാം 4.0 തമിഴ് ഭാഷ പിക്കാവും ഇല്ലുവം കരേൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് തമിഴെന്നും തമിഴ് സാഹിത്യവും വളരെ സമ്പന്നമാണെന്നും ശ്രീ മോദി പറഞ്ഞു. കുട്ടികളിലും യുവജനങ്ങളിലും തമിഴ് ഭാഷയിൽ താൽപര്യമുണ്ടായതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. इस साल वाराणसी में काशी तमिल संगमम के दौरान तमिल सीखने पर खास जोर दिया गया था. लर्न तमिल इस थीम के तहत वाराणसी के 50 से ज्यादा स्कूलों में विशेष अभियान भी चलाए गए. അടുത്ത മാസം രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ സ്വാതന്ത്ര്യസമര സേനാനികളെയും ഭരണഘടനാ നിർമ്മാതാക്കളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. അടുത്ത മാസം ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഒഡീഷയിലെ സ്വാതന്ത്ര്യസമര സേനാനി പാർവതിഗിരിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച മഹത് വ്യക്തികളെക്കുറിച്ചറിയാൻ അൺസങ് ഹീറോസ് എന്ന സർക്കാർ വെബ്സൈറ്റ് സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ശ്രോതാക്കളോട് ആവശ്യപ്പെട്ടു. ഈ ശൈത്യകാലം വ്യായാമത്തിന് വളരെ അനുയോജ്യമാണെന്നും എല്ലാവരും ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 129ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.